healthy tipping box recipe ഒരു ഫ്രൈഡ് റൈസ് വിച്ച് മീൻസ് പനീറും മുട്ടയും ധാരാളം വെജിറ്റബിൾസും ഒക്കെ ഇട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് രാവിലെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് വെജിറ്റബിളും മുട്ടയും പനീറും ഒക്കെ ഇട്ടുള്ള ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് അരിഞ്ഞ്. പിന്നെ ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 ബീൻസ് അരിഞ്ഞത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത്. കുറച്ച് ജിഞ്ചർ ഗാർലിക് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒരു ഫ്രൈഡ് റൈസ് ഒരു ഫ്ലേവറിന് വേണ്ടി അതും കുറച്ച് വേണം. പിന്നെ ഒരു സവോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. പിന്നെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ എടുത്തിട്ടുണ്ട്. ഈ പനീർ നമുക്ക് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈഡ് റൈസിൽ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ 2 ഗ്ലാസ് ബാസ്മതി റൈസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയുമാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുത്തു വിടാൻ പറ്റിയ, ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റും, പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ബസ്മതി റൈസ് ഇത്തവണ ഊറ്റിയാണ് എടുക്കുന്നത്. ചോറ് നമ്മൾ പറ്റിച്ചല്ല എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു. ഇനി അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ഇവിടെ ബസ്മതി റൈസ് ഞാൻ ഊറ്റിയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. ഏലക്കായും പട്ട ഗ്രാമ്പൂ ഇതെല്ലാം നമ്മൾ ബട്ടറിൽ മൂപ്പിച്ച് വേണം ബസ്മതി റൈസ് ഇടാൻ. അപ്പോൾ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അത് എന്തായാലും മറക്കരുത്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തോട്ട് ഗ്രാമ്പൂവും ഏലക്ക കറുവപ്പട്ട എല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ബസ്മതി റൈസിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ബസ്മതി റൈസ് ഇട്ട് ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. 3/4 വേവാകുമ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കഴുകി കോരി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ഒരു 3/4 വേവാകുമ്പോഴത്തേന് നമുക്ക് ഇത് കോരി മാറ്റി ഇത് വേണം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയിടാനായിട്ട്. ഇളക്കി കൊടുക്കുക. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം, മറക്കല്ല്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1-2 തിള വരുമ്പോഴത്തേന് നിങ്ങൾ അരി എടുത്ത് നോക്കുക. നമ്മൾ കൈകൊണ്ട് നോക്കുമ്പോൾ ഒന്ന് മുറിയുന്നുണ്ടെങ്കിൽ അത് വേവും. അപ്പോഴത്തേന് നമുക്ക് ഇത് ഊരി മാറ്റാം. ഇതിനകത്ത് നിങ്ങൾക്ക് പച്ചമുളക് കീറിയിടാം, മല്ലിയില ഇടാം, ചോറിന് ഫ്ലേവർ വരുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ അരി ഇവിടെ ഒരു 3/4 വേവായി വരുന്നുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇങ്ങനെ വെള്ളം കൊണ്ട് എടുക്കുമ്പോൾ 2ആയിട്ട് മുറിയുന്നുണ്ടെങ്കിൽ ആണ് 3/4 വേവാകുന്നത്. ഒരുപാട് വെന്ത് പോകാൻ നിൽക്കുകയല്ല. കാരണം ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇത് ആവിയിൽ വേവിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊരു മുക്കാൽ വേവാകുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു കിട്ടപാത്രം എടുത്ത് കോരി മാറ്റുക. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചോറ് ഊറ്റി മാറ്റാം. നമുക്ക് തുടങ്ങാം. അതിനായിട്ട് പനീർ ഫ്രൈ ചെയ്യാനായി ആവശ്യമായിട്ടുള്ള ബട്ടർ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക പനീർ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ബട്ടർ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിഞ്ഞെടുത്താൽ മതി. പനീർ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പൊടിച്ച് ചിക്കി വേണമെങ്കിൽ ചേർക്കാം. അതാകുമ്പോൾ ഒരു മിക്സായിട്ട് കിടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിവിടെ ചെറിയ ഫ്രൂട്ട് സൈസാണ് മുറിച്ചത്. എനിക്ക് പനീർ നല്ല ചിക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മുറിച്ച് മറ്റേ സൈഡ് മറിച്ചിടാം. അപ്പം ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ടുള്ള പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചിക്കി മുട്ട ചിക്കി എടുക്കുന്ന പോലെ ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മുട്ട ചിക്കി എടുക്കാം. അതും നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കതും ചിക്കി എടുക്കാം. ഇത് നമുക്ക് ഒരു കറി ഉപയോഗിച്ച് ചിക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ബട്ടർ ഉണ്ട്. അപ്പോൾ ഒരു ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും വരും. വെജിറ്റബിൾസ് നമുക്ക് സൺഫ്ലവർ ഓയിൽ വഴറ്റിയെടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഇതിന് പ്രത്യേകിച്ച് കറി വേണ്ട. മുട്ടയുണ്ട്, പനീറുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ മുട്ട ചിക്കിയതും റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഓരോന്ന് മൂത്ത് വരുന്നതിന് ശേഷം വേണം അടുത്ത് ആഡ് ചെയ്യാൻ. എന്നാലേ കറക്റ്റ് വിധമാകത്തുള്ളൂ. ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓണിയൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് അത് നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വന്ന് പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ഇട്ട് വഴന്ന് വരുമ്പം ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തുവായാലും അതൊന്നും ഇട്ടാൽ മറക്കരുത്.
സവോള നന്നായിട്ട് വഴലണം. നന്നായിട്ട് വഴന്ന് ഒരു പരുവമാകുമ്പോഴേ നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്യാവുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് വേണം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ചോറ് മിക്സ് ചെയ്യാം. മുട്ടയും പനീരും എല്ലാം പിന്നെ മിക്സ് ചെയ്യാം. പിന്നെ ബീൻസ് ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ. ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് വിട്ട് ഇളക്കി ഒന്ന് ഇച്ചിരി ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇച്ചിരി ഇതൊന്ന് അടച്ച് വെച്ചത് കുക്കാവുന്നിട്ട് വേണം നമ്മൾ പനീറും മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. കുറച്ചൊരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. കുക്കായി വരാൻ ഒരു 10 മിനിറ്റ്സ് എടുക്കും. ഇപ്പം ഒരുമാതിരി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും പനീറും ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾ നോക്കിക്കോണം. ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയും വെജിറ്റബിൾസും ആയിട്ടുണ്ട്. നല്ല ബട്ടറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അടി ചേർത്ത് ഇളക്കണം. എന്നാലേ പനീറും മുട്ടയും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ആകുള്ളൂ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കംപ്ലീറ്റ്ലി കുക്കാവും. വെജിറ്റബിൾസിൻ്റെ എല്ലാ എലമെൻറ്റ്സ് എല്ലാം റൈസിൽ നന്നായിട്ട് യോജിച്ച് റെഡിയായി വരും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യൂക്ക് ആൻഡ് ഈസി ഹെൽത്തി വെജിറ്റബിൾ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ആവിയിലിരുന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം. അപ്പം ചോറൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, പനീറുണ്ട്, എഗ്ഗുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് ടേസ്റ്റ് മെയ്ഡ്.